ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം തുടങ്ങാൻ പോവുകയാണ്. ശനിയാഴ്ച രാവിലെ തന്നെ ചന്തയിൽ പോയി കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കായിരുന്നു കേട്ടോ. നാനാ ഭാഗത്തുനിന്ന് നിന്ന് ആൾക്കാർ ഒരുപാട് മീൻ മേടിക്കാൻ വരുന്നതല്ലേ. പിന്നെ ഒരുപാട് മീനൊന്നും ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. പിന്നെ നമുക്ക് ഇത്തിരി തുണ്ടമീൻ വേണമായിരുന്നു കേട്ടോ. അങ്ങനെ അതും കുറച്ച് വാങ്ങിച്ചു. കുറച്ച് പള്ളത്തി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു. അതമ്മ മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെച്ചു. പിന്നെ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചതെല്ലാം തലേ ദിവസം തന്നെ വേവിച്ച് വെച്ചു. പറ്റുന്ന പണികളെല്ലാം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ച് മോര് കാച്ചിയത് മീൻ കറിയൊക്കെ നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെക്കുമല്ലോ. എൻ്റെ ഉടുപ്പ് എങ്ങനെയുണ്ട്? ഞാൻ മീൻ കറിയുടെ ഉപ്പും പുളിയൊക്കെ പാകണമെന്ന് നോക്കുമ്പോൾ എന്താണ് ആന്തൂരിൻ ഡ്രസ്സ് നല്ലല്ലേ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഈ അറഞ്ചം പുറഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഇടാൻ സൂപ്പറാണ്. ഇതിന് സെയിം ഒരു പാൻറ്റും ഉണ്ട്, ഒരു കോഡ് സെറ്റ് പോലെയൊക്കെ ഇടാം, നല്ലതാണ്. അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ ഞാൻ ടൈ ചെയ്ത് കൊടുത്തേക്കട്ടെ, 500 രൂപയെ താഴെയുള്ളൂ. അപ്പോൾ നാൻസി ആണെന്നുണ്ടെങ്കിൽ മുകളിൽ ഭയങ്കര തയ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രൈഡിൻ്റെ ബ്ലൗസ് ഉണ്ട് കേട്ടോ, ഇത് സ്റ്റിച്ച് ചെയ്യണം. തലയ്ക്ക് വെളിവില്ലാത്ത രീതിയിലുള്ള അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ കിയാരയ്ക്ക് ഒരു ഉടുപ്പ് നമ്മുടെ ചേച്ചിനെ കൊണ്ട് അത് വീട്ടിൽ കൊടുത്തുവിട്ട് തയ്പ്പിച്ചായിരുന്നു കേട്ടോ. അതിനകത്ത് കുട്ടിയെ പൂ പിടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് നാൻസി. അതിനിടക്കാണ് ഞാൻ ഈ ബീഫ് ഇവിടെ വെച്ചിട്ടാണല്ലോ ഇവളുടെ അടുത്തോട്ട് പോയെന്ന് ഓർത്തത്. വേഗം വന്ന് ഇളക്കിയപ്പോൾ കരിഞ്ഞിട്ടില്ലായിരുന്നു, ഭാഗ്യം. പിന്നെ വന്നത് നമ്മുടെ ബ്രൈഡ് വന്ന് ഇട്ട് നോക്കി. രാത്രിയിലാട്ടോ ആൾ വന്നത്. ഒന്നും കൂടി ഇരുത്തിയാണ് അടിച്ച് സെറ്റാക്കി. നമ്മൾ ഒരു 11:45 ആയപ്പോൾ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാന്ന്. നമ്മൾ ചെല്ലുന്നതിന് മുന്നേ തന്നെ ഇതാട്ടോ കിയാരുടെ ഉടുപ്പ്. ചെല്ലുന്നതിന് മുന്നേ തന്നെ ഈശോ ഉയർത്ത് എഴുന്നേറ്റു. നമ്മൾ പള്ളിയിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ചടങ്ങ് കഴിഞ്ഞു കേട്ടോ. 12 മണിയായി നമ്മൾ എത്തിയപ്പോഴത്തേക്കും. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ഇച്ചിരി ചിക്കൻ ഉരുളൻ കിഴങ്ങിട്ട് പെരട്ടാന്ന് വിചാരിച്ചു. പെരളം പോലെ വെക്കൂലേ, അങ്ങനെ വെച്ചു. പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നത് വേവിച്ച് വെച്ചത് എടുത്ത് ഒലത്തിയും വെച്ചു. നമുക്കിന്ന് പ്രധാനപ്പെട്ട കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട്. നമ്മുടെ തയ്ക്കുന്ന ചേച്ചിമാരാട്ടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഈ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളൊന്നും ആരും ഉണ്ടാവാറില്ല, നമ്മൾ തന്നെ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഇത്തവണ ഇവരുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ കൊല്ലത്തെ ഈസ്റ്റർ ആഘോഷം കഴിഞ്ഞു.